നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ തകർപ്പൻ പ്രകടനമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. 39 വയസ്സുള്ള റൊണാൾഡോ ഈ സീസണിൽ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസറിന് വേണ്ടി 50 ഗോളുകൾ പൂർത്തിയാക്കിയിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നടന്ന സൗഹൃദ മത്സരത്തിൽ അയർലൻഡിനെതിരെ 2 ഗോളുകൾ നേടാനും ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിരുന്നു. വരുന്ന യൂറോ കപ്പിലും അദ്ദേഹം തിളങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ പോർച്ചുഗീസ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. റൊണാൾഡോ തൻ്റെ കരിയറിൽ കളിക്കുന്ന അവസാനത്തെ യൂറോ കപ്പായിരിക്കും ഇത്. പ്ലേയിങ് കരിയർ അവസാനിപ്പിച്ചതിന് ശേഷവും ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിനോടൊപ്പം ഉണ്ടായിരിക്കാനുള്ള സാധ്യത താൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മുൻ യുണൈറ്റഡ് സഹതാരമായിരുന്ന ജോൺ ഓഷി. റൊണാൾഡോ പോർച്ചുഗലിൻ്റെ പരിശീലകനാവാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ സംഭവിച്ചാൽ അത് പോസിറ്റീവായ ഒരു കാര്യമായിരിക്കുമെന്നും ജോൺ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വളരെയധികം ഡെഡിക്കേഷനും പ്രൊഫഷണലിസവും ഉള്ള താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അതുകൊണ്ട് തന്നെ പ്ലേയിങ് കരിയർ അവസാനിപ്പിച്ചാലും അദ്ദേഹം ദേശീയ ടീമിനോടൊപ്പം ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും പോർച്ചുഗലിൻ്റെ പരിശീലകനാവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകും. അത്തരം പ്രഷറുകൾ ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് യാതൊരുവിധ മടിയും ഉണ്ടാവില്ല. കാരണം കരിയറിൽ ഉടനീളം അത്തരം പ്രഷറുകൾ അദ്ദേഹം തരണം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പരിശീലകനായി എത്തുകയാണെങ്കിൽ അത് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായ ഒരു കാര്യമാണ്. ഇതാണ് റൊണാൾഡോയുടെ മുൻ സഹതാരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ ഇരട്ട ഗോളുകൾ നേടിയതോടുകൂടി ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ 130 ഗോളുകൾ പൂർത്തിയാക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കരിയറിൽ ആകെ 895 ഗോളുകൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ 900 എന്ന സംഖ്യയിലേക്ക് അദ്ദേഹം എത്തും എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. 1000 ഗോളുകൾ എന്ന ആ ഒരു മാന്ത്രിക നേട്ടത്തിലേക്ക് എത്താൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ആരാധകർക്ക് ഇപ്പോൾ അറിയേണ്ട കാര്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.